എന്തൊരു കഷ്ടായത്. എന്നെ പിടിക്കൊന്നും വേണ്ട, ഞാൻ ഓടിപ്പോകൊന്നുമില്ല. പേടിയൊന്നുമില്ല. ഇനി ഓടിപ്പോയാലും പിടിച്ചുകൊണ്ടുവരാനൊക്കെ അറിയാം. പിന്നെ എന്താ ഒരു ഉറപ്പിന് പിടിച്ചെന്ന് മാത്രം. പറയുമ്പോലെ ചെറിയ വികൃതി ഒന്നും കാണിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ നമ്മളിങ്ങനെ പിടിച്ചോണ്ട് കിടക്കണേ? വീട്ടേക്ക് വലിയ രാമൻ നായരെ ഇങ്ങോട്ട് പറ. ചെറിയ രാമൻ നായരെ, തമ്പ്രാൻ വികൃതി കാണിച്ചോ ഇല്ലയോ, തമ്പ്രാനെ വിടണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുകയും ഞാനാ, താനല്ല. നിങ്ങൾ ഒന്നാം പാപ്പാനായിരുന്നതേ ആനപ്പണി ഉണ്ടായിരുന്ന കാലത്താണ്. ഈ പണിയിൽ ഒന്നും രണ്ടുമില്ല. ഇത് നമ്മൾ കൂട്ടുത്തരവാദിത്വമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമഭാവനയിൽ മുന്നോട്ട് പോയാൽ മതി. എന്റെ സമാവാൻ ഏത് കാര്യത്തിലും നിനക്ക് ജന്മത്തിൽ പറ്റില്ല മോനെ. വല്യരാമന്മാര് ഞാൻ എപ്പോഴും. ഈ തമ്പ്രാൻ എങ്ങോട്ടാ പോയേ? തമ്പ്രാൻ എവിടെടോ? അന്നും കൂടി വരിക നോക്കുക. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ചൂടുണ്ടോ അധികം? പാൽക്കഞ്ഞി ഇഷ്ടമാണല്ലോ മോന്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെന്താ കഴിക്കാത്ത? എനിക്ക് വേണ്ട. എന്തു പറ്റി എന്റെ മോന്? നല്ല മനസ്സമാധാനമുള്ള അന്തരീക്ഷമാണല്ലോ ഇവിടെ. പണി ഇതാണെങ്കിലും ഇവിടുത്തെ കഞ്ഞി ഗംഭീരായിരിക്കണം. കഞ്ഞി കൊള്ളാം, പക്ഷെ പുഴുക്കും കൂടെ വേണ്ടിയിരുന്നു. ഭാര്യ വിട്ടു വന്നാണല്ലോ. സൈക്കിളിൽ നിന്ന് ഇറങ്ങാൻ ഈ പറഞ്ഞ അനുസരിച്ച് അധികം നല്ലല്ല. എന്താണ് ഇറങ്ങാൻ ഇവിടെ ഇറങ്ങാൻ തമ്പ്രാനെ ഇറങ്ങണം, നിർബന്ധമായിട്ട് ഇറങ്ങണം. ഞാനാ അയ്യോ തമ്പുരാനെ, ചെറിയ രാമന്മാരെ അയ്യോ പിടിച്ചോളൂ. രാമന്മാരെ ഓടി പിടിക്കാ. അയ്യാത്തോണ്ടല്ലേ പിടിക്കാൻ. എന്താ നീ കാണിച്ചത്? ഞാൻ സൈക്കിള്. ആര് പറഞ്ഞു സൈക്കിൾ എടുക്കാൻ? അയ്യോ എന്റെ മോനെ. എന്റെ തമ്പ്രാനെ, ഈ സൈക്കിളിൽ എന്ന് പറഞ്ഞാൽ അതും വാഹനാണ്. വല്ല അപകടം സംഭവിച്ചിരുന്നെങ്കിലോ? ഇനി മേലാൽ ഈ കുന്തം ഈ പണിക്കകത്ത് കയറ്റരുത്. പുറത്ത് നിർത്തി വെള്ളം അടിച്ചാ മതി. കത്തും കമ്പിയും ഒക്കെ ഞങ്ങൾ അവിടെ വന്ന് വാങ്ങിച്ചോളാം. വേണ്ടാന്നേ. ഇനി അടുത്ത 6 മാസത്തേക്ക് എത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നാലും കത്തും കമ്പിയൊന്നും ഈ വീട്ടിലേക്ക് വേണ്ട. നിങ്ങൾ എന്തിനാ അവിടെ നിർത്തിയത്? എവിടെയായിരുന്നു രണ്ടുപേരും? ഞങ്ങള് കഞ്ഞി. അറിയാം. നമ്മള് കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന? ആണോ? അല്ല, അങ്ങനെ പറയണമെങ്കിൽ നമ്മളെ പൂർവ്വകാല ചരിത്രമൊക്കെ മൂപ്പര് അറിയണ്ടേ? അല്ല, അറിഞ്ഞു കാണൂ. എന്റെ ഈശ്വര. എടിയേ ഒന്ന് പിടിച്ചേ. എന്തിനായി കാശ് വെറുതെ കളയുന്നേ? ഇവിടെ ആവശ്യം പോലെ ഇരിപ്പുണ്ടല്ലോ പഴം. കാശ് കൊടുത്തു വാങ്ങാൻ എനിക്ക് എന്റെ തലയ്ക്ക് പ്രാന്ത. റോഡ് വക്കത്ത് കച്ചവടം ചെയ്യരുതെന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കേസും കൂട്ടത്തിനൊന്നും പോണ്ടാന്ന് കരുതി ഈ കൊലയമേൽ അതുകൊണ്ട് ഒതുക്കി തീർത്തു. ആ താനെപ്പോ വന്നു? കുറച്ചേരായി. വരാനുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടായിരുന്നല്ലോ അല്ലേ? അയ്യോ അളിയൻ എന്തായി പറയുന്നത്? വരണം എന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഈ ടൈമൊക്കെ കൂടി ഒത്തു കിട്ടാനുള്ള. അല്ല കേറുന്നില്ലേ? ഇല്ല, ഞാൻ ഡ്യൂട്ടിയില്ല. വൈകുന്നേരം വരാം. ഞാൻ വരുന്നതിന് മുമ്പ് താൻ പോവോ? അയ്യോ അല്ല, നിനക്ക് ടൈം ഉണ്ടാവോന്ന് എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഈ അളിയന് പഴയതിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. മാറ്റുണ്ടെങ്കിൽ ഞാൻ ഇന്ന് SI ആവില്ലേ? ഒന്ന് പോടാ അവിടുന്ന്. കുഞ്ഞിക്കുട്ടാ, എത്ര കാലായിടാ നിന്നെ കണ്ടിട്ട്. എന്താ എന്തിനാ കുഞ്ഞിക്കുട്ട നീ അവരെ പേടിക്കുന്നത്? ആരാ അവര്? അതൊന്നും പറയാതിരിക്കാ നല്ലത്. എന്റെ കഷ്ടകാലം മനുഷ്യരൂപെടുത്ത് വന്നിരിക്കുക. അതൊക്കെ പോട്ടെ, നീ നാട്ടിൽ വന്നാൽ ആദ്യം എന്നെ കാണാൻ വരുമെന്നാ കരുതിയത്. ഞാനൊരു നാട്ടും പുറത്തുകാരൻ, എന്നെ എന്ത് കാണാൻ? അതും പറഞ്ഞ എന്റെ മനസ്സ് വിഷമിപ്പിക്കരുത് കുഞ്ഞിക്കുട്ട. വന്നിറങ്ങിയത് പോലും നിന്നെ കുറിച്ച് മാത്രമേ ഞാൻ അന്വേഷിച്ചിട്ടുള്ളൂ.
തോണിക്കാരൻ അസൈനാര്, ചായക്കടക്കാരൻ വാസു, എന്തിനാ ഞൊണ്ടി കുഞ്ഞാപ്പനോട് പോലും. ഓ ആ വേണേ വിളിച്ചു ചോദിച്ചു നോക്ക്. അപ്പൊ നീ എന്നെ മറന്നിട്ടില്ല എന്നർത്ഥം. ഞാൻ കൃതാർത്ഥനായി രാമേന്ദ്ര. ഇനി പറ, നിന്റെ വിശേഷങ്ങളൊക്കെ പറ. മെഡ്രാസ്, ഡൽഹി, ബോംബെ, കൽക്കട്ട എന്ന് വേണ്ട ഇനി ഹിന്ദിയിൽ ഞാൻ സഞ്ചരിക്കാത്ത പട്ടണങ്ങളില്ല, കാണാത്ത കാഴ്ചകളില്ല. നീ ഭാഗ്യവാനാ രാമേന്ദ്ര. അതിനൊക്കെ ഒരു യോഗം വേണം. കൽക്കട്ടയിൽ ഒരു വലിയ കമ്പനിയിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്ന, അവിടുന്ന് ഞാൻ അങ്ങോട്ട് പോന്നു. നിന്നെ അവര് പിരിച്ചു വിട്ടാണോ അല്ലേ? എങ്ങനെ എന്നെ പിരിച്ചുവിടാനോ? അസംഭവമായ കാര്യങ്ങൾ പറയാതിരിക്കൂ. ഡോണ്ട് ആസ്ക് ഫൂളിഷ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ് മിസ്റ്റർ കുഞ്ഞുകുട്ടൻ. എന്താ? ഓ സോറി, നിനക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലോ. പിരിച്ചുവിട്ടതല്ല, ഞാൻ സ്വയം രാജിവെച്ച് പോകുന്നതല്ലേ. അതെന്തിന്? അത് പറഞ്ഞ ഭയങ്കര രസമാ. 2 വലിയ കമ്പനികളാണ് എന്നെ പിടിച്ച് വലിക്കുന്നത്. മിസ്റ്റർ രാമേന്ദ്രൻ, ഞങ്ങളുടെ കമ്പനി ചേരൂ. എത്രായിരം വേണേ ശമ്പളമായിട്ട് തരാന്ന് ബോംബെയിൽ ഒരു കൂട്ടർ. ചണ്ഡീഗറിലുള്ളവർക്കാണെങ്കിൽ ഞാൻ സമ്മതം മൂളിയാൽ മാത്രം മതി. കാറും ബംഗ്ലാവും ഒക്കെ ആയിട്ട് കാത്തു കെട്ടി കിടക്കുക. ആ കമ്പനി വേണോ, ഈ കമ്പനി വേണോ? ഓഹോ, ഭയങ്കര ടെൻഷൻ. കുഞ്ഞുകുട്ടൻ, ഞാൻ അങ്ങോട്ട് പോകുന്നു. നീ പറയുന്നതൊന്നും എനിക്ക് തീരെ പിടികിട്ടുന്നില്ല. എന്നാലും ഞാൻ പറയാണ് രാമേന്ദ്ര, ഏത് കൂട്ടരാ നല്ലതെന്ന് വെച്ചാൽ നീ അവരുടെ കൂടെ പോകണം. ഇപ്പൊ അതിനും രക്ഷയില്ലോ. ലക്നൌ എന്നത് വേറെ പാർട്ടി വിളിയോടെ കഴിഞ്ഞു. ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. നീ എന്താ നിന്ന് കളഞ്ഞ്? വാ, കുറെ കാര്യങ്ങളോട് പറയാനുണ്ട്. തമ്പുരാനെ, 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 തമ്പ്രാനെ പോയി, അമ്പ്രാനെ പോയി. നമ്മളെല്ലാരും വിട്ട് ഓടിപ്പോയി. എവിടേക്ക് പോയി? എങ്ങനെയാ ഞങ്ങളിപ്പോ അത് പറയാ? അമ്പലത്തിന്റെ താഴെയുള്ള വഴിയിൽ വെച്ചാ ഇടഞ്ഞത്. ഓർക്കാപ്പുറത്തുള്ളൊരു ആക്രമണമായിരുന്നു. 4 ആളുടെ ബലല്ലേ കാണിച്ചേ? എന്റെ നെഞ്ചത്തി അവിട്ടിട്ടാ ഓടിയേ, ആന ചവിട്ടും പോലെ. അതൊക്കെ ഇവിടെ എന്തിനാ ചെറിയരാമനാരെ പറയണേ? എത്ര ആയാലും നമ്മള് ചെറിയ തമ്പുരാനല്ലേ, എന്റെ നാവിക്കല്ലേ കുത്തിയത്. എന്നാലും എന്തൊരോട്ടാ ചെറുമ്പരാൻ ഓടിയേ. ഓട്ടത്തിന് നമ്മളും വലിയ മോശമല്ലായിരുന്നല്ലോ. ഓടി ഓടി എരഞ്ഞോളി പാലം വരെ എത്തി, പിന്നെ അവിടെ മറിഞ്ഞു. ഉടനെ എന്തെങ്കിലും ചെയ്യണം തമ്പുരാനെ. ആ ഓട്ടത്തിന്റെ ഒരു മട്ട് കണ്ടിട്ട് ഇനി തിരിച്ചു വരുന്ന കോളില്ല, അല്ലേ ചെറിയരാമൻ നായരെ? അതെ, വലിയ രാമൻ നായര്. അല്ലെ, എങ്ങോട്ടാ ഓടിയത്? അതെന്നല്ലേ ഞാനും ചോദിക്കുന്നത്. എങ്ങോട്ട് പോയ? ഇതാ നിക്കണേ. നീ കഴിക്കില്ലേ? കഴിക്കുന്നില്ലേന്ന് വെച്ചാ അളിയന്റെ മുമ്പിൽ ആ ഗ്ലാസ് തന്നെ. എന്നാലേ നീ കഴിക്കണ്ട, ചെറുതായിട്ട് കഴിച്ചാലേ കൂമ്പ് പാടും. മതി മതി മതി. അളിയന്റെ കാലിന്റെ വേദന എനിക്ക് കുറവുണ്ടല്ലോ അല്ലേ? എന്റെ കാലിന് വേദന ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. കൈക്കായിരുന്നല്ലേ വേദന? കൈക്ക് എങ്ങനെ വേദന ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഗിരിചേട്ടത്തി ഒരിക്കൽ എഴുതിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. അവൾ അങ്ങനെ എഴുതിയോ? കള്ള എഴുതല അവളുടെ പണി. ഇക്കണക്കിന് ഞാൻ ചത്തുന്നും പറഞ്ഞ് നിനക്ക് എഴുതുമല്ലോ ആ പിശാച്. ദൈവം സഹായിച്ച എനിക്ക് ഇതുവരെ കൈക്കും കാലിനും അല്ല ഒരു തലവേദന പോലും ഉണ്ടായിട്ടില്ല. എനിക്ക് ആകെയുള്ളൊരു വേദന. ചന്ദ്ര, നിനക്ക് പറയാനുള്ളത് പറ. അത് എനിക്ക് ഇപ്പൊ നടന്ന ബിസിനസ് ഒന്ന് ഉറച്ചു കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് കുറച്ച് പണം ഇറക്കിയേ പറ്റൂ. ഒരു 2 കൊല്ലം. ഇപ്പൊ ഇറക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു പിടിക്കാന്ന് എനിക്ക് നല്ല ഉറപ്പാ. അളിയൻ ഇതും കൂടി കഴിച്ചട്ടെ. ഇങ്ങനെ ഒരു അവസരത്തില് എനിക്ക് ചോദിക്കാൻ അളിയൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കാന്ന് വെച്ചാ. അപ്പൊ ഇനി ബുദ്ധിമുട്ടിപ്പിക്കണ്ട, പ്രശ്നം തീർന്നില്ലേ? അയ്യോ, അതല്ല അളിയ, ഞാൻ ചന്ദ്ര, പുല്ലാനിപ്പാടത്തിന്റെ കരയില് 2 ഏക്കർ വസ്തു കിടപ്പുണ്ട്. അത് ഭാഗം വെച്ച് നിന്റെ ഓഹരി വിറ്റ് നിനക്ക് സിറ്റിയിൽ ബിസിനസ് ഉറപ്പിക്കണം അല്ലേ? അത് തന്നെ ഞാനിപ്പോ പറയാൻ വന്നത്. എനിക്കറിയാം, 20 കൊല്ലായില്ലേ തൊപ്പി തലയിലേറ്റിട്ട്. നീ ആ ബാക്കി കൂടി ഒഴിച്ച. നീയായി, നിന്റെ കാര്യായി. നിന്റെ അച്ഛനെ അങ്ങേർക്ക് പറ്റാവുന്നിടത്തോളൊക്കെ വിറ്റ് തുലച്ചിട്ടാ അങ്ങ് പോയത്. അയ്യോ അല്ല, ഞാൻ നീ അങ്ങനെ ചെയ്യുമെന്നല്ല. ആ വസ്തു ഞാൻ തൽക്കാലം ഭാഗം വെക്കണില്ല. നിനക്ക് അവിടെ വീട് വെക്കുകയോ അതിന്റെ ആദായം എടുക്കുകയോ എന്തു വേണേലും ചെയ്തോളൂ. തൽക്കാലം ഞാൻ അത് വെക്കണില്ല. അത് തന്നെ. അരക്കുപ്പി റമ്മും കൊണ്ടുവന്ന് പോലീസുകാരനെ ഫിറ്റാക്കാൻ നോക്ക. അയ്യേ, നീ ഇപ്പൊ എന്താ ആലോചിക്കണെന്ന് എനിക്കറിയാം. അരക്കുപ്പി റമ്മിന്റെ കാശ് പോയിന്നല്ലേ? അത് പോയി. ഇനിയുണ്ട് നിന്റെ ഇങ്ങനത്തെ ചോന്ന കുപ്പി. വാ, കഞ്ഞി കുടിക്കാം. കഞ്ഞി നിനക്ക് ഇഷ്ട?